ഒരു നട്ടുച്ച നേരത്ത് ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. നേരിട്ടുള്ള ബസ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ മാറി മാറി പോവാണ്. ഉച്ച നേരത്തെ അതിൻ്റെ തിരക്കില്ലാത്തതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ കയറിയതും ഉറങ്ങി. ഒരു ഓറഞ്ചും കഴിച്ചിട്ടിരുന്നു കേട്ടോ. ഉണ്ണിക്കുട്ടന് ദേഷ്യം വരാൻ തുടങ്ങി. ബസ്സുകൾ ഇങ്ങനെ മാറി മാറി കയറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവൻ ഓരോന്നും പറയായിരുന്നു. വീട്ടിൽ പോയതും അമ്മ എനിക്കായിട്ട് കുറേ സ്പെഷ്യലുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ ചക്ക പഴുത്തതും ചക്ക വറുത്തതൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നു അമ്മ. ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ ചക്ക പഴുത്തതല്ലേ അതാണ് കഴിച്ചത്. എനിക്ക് അതാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അമ്മ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ ചക്ക വറുത്തത് പിന്നെ ഉണ്ണിക്കുട്ടനാണ് അതിൻ്റെ ആൾ. പിന്നെ ചെന്നതും അമ്മ എനിക്ക് ബീഫും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വേഗം കഴിച്ചു. നല്ല അടിപൊളി നമ്മുടെ പൊന്നാനി സ്റ്റൈലിലാണ് കേട്ടോ ബീഫ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ വെച്ചു. പിന്നെ ഞങ്ങൾ അമ്മേനായിട്ട് ഉമ്മർത്തിരുന്ന് വർത്താനം പറയുമ്പോൾ ഈ നമ്മുടെ വീട്ടിൽ തന്നെ ചക്ക ഉണ്ട് കേട്ടോ. അതിലേതാ മൂത്തത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. എന്ന് വെച്ചാൽ നമുക്കത് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ കുഞ്ഞൊരു പ്ലാവാണെങ്കിലും ഒരുപാട് ചക്ക അതിൻ്റെ മുകളിലാണ് കേട്ടോ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളത് മൂത്തതൊക്കെ ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നടന്നു വന്നതാണ്. പിന്നെ വീടിൻ്റെ ചുറ്റും അമ്മ നടന്ന് കാണിച്ചു തരും കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ പോയാൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ അമ്മ അത് പറഞ്ഞു തരുമല്ലോ. ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നേ, അത് മുറിച്ചതും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാക്കിലേക്ക് കൊടുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു സംഭവമാണ് കേട്ടോ. ഇത് തുപ്പിലാമ്പൊട്ടി എന്നൊക്കെ പറയേ. അപ്പം അതാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതിങ്ങനെ വായിൽ വെച്ച് പൊട്ടിക്കുമ്പോൾ ചെറുതായിട്ട് നമ്മൾ പേടിക്കുക. അതാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ അനിയൻ്റെ സൈക്കിൾ എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചവിട്ടി നോക്കിയിട്ട് എപ്പോഴും പറയാറുണ്ട് നീ ഒന്ന് അത് ചവിട്ടി നോക്കുക സൈക്കിൾ എന്ന്. കാരണം കുറച്ച് ഹൈറ്റ് ഉള്ളതല്ലേ, അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാവും വിചാരിച്ചു. പക്ഷേ എനിക്ക് നല്ല സിമ്പിളായിട്ട് സൈക്കിൾ ചവിട്ടാൻ പറ്റി കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് പ്രകടനങ്ങളും പ്രഹസനങ്ങളുമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം തന്നെ സൈക്കിൾ ചവിട്ടി. എനിക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയും ജസ്റ്റ് ആ സൈക്കിൾ കയറാൻ നോക്കി കേട്ടോ. അപ്പോൾ ഞാൻ അമ്മനെ കളിയാക്കാം, ഇത് ഇങ്ങനെയൊന്നും അല്ലടാ എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ കുറച്ച് നേരം കളിയാക്കി. പിന്നെ ആ ഉണ്ണിക്കുട്ടന് ഞങ്ങളൊക്കെ പിന്നെ സൈക്കിൾ ചവിട്ടലും കാര്യങ്ങളൊക്കെ ആയി. അവൻ്റെ ആ ഒരു വണ്ടി ഞാനും ട്രൈ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ബൈ.